അടുത്ത വീക്ക് നോക്കുവാണെങ്കിൽ യുഎസ്ഡിയിൽ ഒരുപാട് ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വീക്ക് ഭയങ്കര ഹൈ വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ ട്രേഡ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. ഗോൾഡ് നോക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നെക്സ്റ്റ് വീക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണത്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ്, അതുപോലെ തന്നെ ബിറ്റ് കോയിൻ നോക്കുവാണെങ്കിൽ നോക്കി വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിവിടെ ഗോൾഡിന്റെ ഡെയിലി ടൈം ഫ്രെയിമിന്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള ലെവൽസ് ആയിരുന്നു ഗോൾഡിലെ. ആൻഡ് ഞാൻ 4 hour ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യുവാണെങ്കിൽ 4 hour ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞൊരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഇത്. അതിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് ടച്ച് ചെയ്താൽ നമുക്കൊരു സെൽ ഓഫ് പ്രതീക്ഷിക്കാം. അത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ ആയിരിക്കും എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രൈസ് അവിടം വരെ പോകാൻ പറ്റാതെ നമ്മുടെ ഈ താഴെയുള്ള ലോഡ് ലിക്വിഡിറ്റി മുഴുവൻ സ്വീപ്പ് ചെയ്തതിനു ശേഷം അവിടുന്ന് പ്രൈസ് നല്ലൊരു സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലോട്ട് പോവാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്സൈഡിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഇത്രയും നാളും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ ആണ് പ്രൈസ് ബ്രേക്ക് ചെയ്തത്. അത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസോട് കൂടി തന്നെയാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും നാള് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഇനി അതൊരു നല്ലൊരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സപ്പോർട്ടിലോട്ട് പ്രൈസ് വന്ന് ഇവിടെ നല്ലൊരു റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും? നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും. ഇതാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ ഇവിടം വരെ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യണേ. അപ്പൊ ആ ഒരു ഏരിയ വരുന്ന ഓൾമോസ്റ്റ് 4876 മുതൽ 4841 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വരെ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ഇപ്പൊ കറന്റ് നിൽക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ വീണ്ടും ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ അത് വീണ്ടും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഡെയിലി ടൈം ഫ്രെയിം വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് ഇവിടുന്ന് റിജക്ഷൻ കിട്ടി താഴോട്ട് പോയപ്പോഴത്തേക്കും മാക്സിമം പോയേക്കുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോ വരെയാണ്. ഈ ലോയിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം പ്രൈസ് അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇനി ഇത് ആക്ട് ചെയ്യും. സോ പ്രൈസ് ഈ ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമം മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ ആയിരിക്കും. അത് വരുന്നത് 4519 മുതൽ 4498 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വരെയാണ്. ഒരുപാട് ലെവൽസ് കണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ കുറച്ച് ലെവൽസ് ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ മേജർ ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 hour ടൈം ഫ്രെയിമിലെ മേജർ ആയിട്ടുള്ള ലെവൽസും ഞാൻ അടുത്ത വീക്കിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള മൂവ്മെന്റും. ഇനി ഞാൻ എന്താണ് നെക്സ്റ്റ് വീക്കിലോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു 15 മിനിറ്റ് ചാർട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റിയത് പ്രൈസ് ഇവിടുന്ന് നല്ല രീതിയിൽ പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ വന്ന് അപ്സൈഡിലോട്ട് പോയി നമ്മുടെ 4 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു മേജർ ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അത് നമ്മൾ കണ്ട നല്ലൊരു സ്ട്രോങ് ബൈയിങ് മൊമെന്റം വന്നിട്ടാണ് അത് ബ്രേക്ക് ചെയ്തത്. പക്ഷെ പ്രൈസ് അവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷനിലാണ്. കൺസോൾട്ടേഷൻ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരു ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു വാറാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു ഏരിയ മുഴുവൻ. സോ ഈ ഒരു ഏരിയക്കകത്തൊന്നും നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് എവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 60% ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. സോ ഈ ഒരു ഏരിയയുടെ മുകളിലോട്ടോ താഴോട്ടോ പ്രൈസ് പോയി കഴിഞ്ഞാലാണ് ഞാൻ ഇനി എൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. കൺസോൾട്ടേഷനിൽ എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലോജിക്കിൽ എനിക്ക് എൻട്രി ഇല്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. പക്ഷെ ബേസിക്കലി ഞാൻ അങ്ങനെ എടുക്കില്ല. 15 മിനിറ്റിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് മനസ്സിലായത്. ഞാൻ ഇങ്ങനെയാണ് ഇനി എൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബിറ്റ് കോയിന്റെ മൂവ്മെന്റ്സും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ലെവൽസും നമുക്ക് നോക്കാം. ഞാനിവിടെ ബിറ്റ് കോയിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ മേജർ ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ താഴെ മേളിലും കാണുന്ന സപ്പോർട്ടും നമ്മുടെ റെസിസ്റ്റൻസും. ആൻഡ് ഓൾസോ ഞാൻ കഴിഞ്ഞ വീക്കിൽ വീഡിയോ ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രൈസ് ആ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിലെ ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതുപോലെ തന്നെ 4 hour ടൈം ഫ്രെയിമിലും അത് തന്നെയാണ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്നതെന്ന്. ആൻഡ് ആ ഒരു ഏരിയ തന്നെ നമ്മുടെ ഒരു ബുള്ളിഷ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ അവിടെ ഫോം ആവുന്നുണ്ട്. പ്രൈസ് അതിന്റെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നല്ലൊരു റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും കാണാൻ പറ്റുന്നത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ആൻഡ് നോക്കുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് പ്രൈസ് ഇത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോടുകൂടി ഇത് ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളത്. ഒന്ന്,
നമ്മുടെ ബുള്ളിഷ് എക്സ്പാൻഡിംഗ് ട്രയാങ്കിൾ പാറ്റേണിന്റെ റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഇത്രയും നാളായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഈ ഒരു ലെവല്, അതും 4 ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലും ആ ഒരു ഏരിയയും കൂടെയാണ് പ്രൈസ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബ്രേക്ക് ചെയ്തത്. അത് മാത്രമല്ല, പ്രൈസ് അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ ട്രേഡ് എടുക്കരുത്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഫേക്ക് ഔട്ട്സ് നമുക്ക് കാണാൻ പറ്റും ബിറ്റ്കോയിനിൽ എന്ന് ഞാൻ കഴിഞ്ഞ വീക്കിലെ മെൻഷൻ ചെയ്തായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അതിന്റെ പ്രൈസ് പ്രോപ്പറായിട്ട് ഇവിടെ നമ്മുടെ റീടെസ്റ്റ് വന്നു. അത് നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ട്രെൻഡ് ലൈനിലോട്ടും നമ്മുടെ ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലോട്ടും. ഇത്ര നാളെ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഇനി ഒരു സപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, അതിന്റെ അവിടുന്ന് പ്രോപ്പർ ആയിട്ടുള്ള റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അത് നെക്സ്റ്റ് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഒരു റിജക്ഷൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തായിരുന്നു, ഒരു നല്ലൊരു ക്യാൻഡിൽ ബുള്ളിഷോടുകൂടി ക്ലോസ് ചെയ്യുവാൻ നമുക്ക് ട്രേഡ് എടുക്കാം. അതും നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ഒരു റെസിസ്റ്റൻസ് വരെ. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സപ്പോർട്ടിന് തൊട്ട് താഴെ വെക്കാം. ബട്ട് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ലെവൽ വരെ പോയിട്ടില്ല. എന്നാലും നമുക്കൊരു 1:2 സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റിൽ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് ഇനി നെക്സ്റ്റ് വീക്കിലോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ലെവല് ഇനി ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആ ഒരു ലെവല് വരുന്നത് നമ്മുടെ 79,490 മുതൽ 78,713 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ച് ആണ്. 4 ടൈം ഫ്രെയിമിലെ അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിലെ മേജർ ആയിട്ടോ ലെവൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇപ്പൊ കറന്റ് നിൽക്കുന്ന ഈ ഒരു ഏരിയ പ്രൈസ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല, പ്രൈസ് ഇപ്പൊ നിൽക്കുന്ന ഏരിയ ഡൗൺ സൈഡ് പോയി ഈ ഒരു നമ്മുടെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ ആയിരിക്കും. ഈ ഒരു സപ്പോർട്ട് ലെവൽ വരുന്ന ഓൾമോസ്റ്റ് 73,855 മുതൽ 72,886 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഡെയിലി ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് ഏരിയ. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് മൂവ്മെന്റ് ആണ് ഞാൻ നെക്സ്റ്റ് വീക്കിലോട്ട് മേജർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ഇനി അതല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിലോട്ട് എന്റെ ബിറ്റ്കോയിൻ ട്രേഡ് പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ പ്രൈസ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസോടുകൂടി ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിജക്ഷൻ വന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കണം നല്ലൊരു ബുള്ളിഷ് മൊമെന്റത്തോടു കൂടി. അതായത് ബയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് സെൽ ഓഫ് വന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പറയാം. അതിനുശേഷം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? വീക്ക് ആയിട്ടുള്ള ബയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കണ്ടോ, വിക്കോട് കൂടി സ്മോൾ ക്യാൻഡിൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലേഴ്സിനെ നോക്കിയേ, സെല്ലേഴ്സും നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു ചെറിയ ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതും നല്ലൊരു വിക്കോട് കൂടി. സോ ഇവിടെ ഒരു ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയ ആണ് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് നമുക്കൊരു കൺസോൾട്ടേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. സോ നെക്സ്റ്റ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്ത് നമ്മുടെ ഗൂഗിളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് എങ്ങോട്ടാണോ ഒരു മൊമെന്റം കിട്ടുന്നത് അവിടെയായിരിക്കും ഞാൻ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുന്ന് എനിക്ക് അപ്സൈഡിലോട്ടാണ് നല്ലൊരു മൊമെന്റം കിട്ടണമെങ്കിൽ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യും. അതല്ല, 4 ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ താഴോട്ടായിരിക്കും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഒരു നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഒരു പ്ലാൻ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് മേജർ ആയിട്ടുള്ള ന്യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കണം. ഈ ന്യൂസസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് മെജോറിറ്റി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ന്യൂസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലാണ് നമ്മുടെ ട്രേഡ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഏതെങ്കിലും ട്രേഡ് എടുക്കുന്ന സമയത്ത് ന്യൂസ് ഉണ്ടെങ്കിൽ അത് ഹൈ വോളറ്റൈൽ ആയിരിക്കും ആ സമയം. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ന്യൂസസ് നമുക്ക് നോക്കാം. അടുത്ത വീക്ക് ട്യൂസ്ഡേ May 12 നമുക്ക് 6 PM ഒരു മൂന്ന് ന്യൂസോളം നമുക്ക് USD-യിലുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂസ് നമുക്ക് ടെനറ്റേറ്റീവ് ആണ്. അത് നമുക്ക് ചിലപ്പോൾ വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. അതാണ് ഈ ടെനറ്റേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വെനസ്ഡേ May 13 നോക്കുവാണെങ്കിൽ വൈകിട്ട് 6 മണിക്ക് നമുക്ക് 2 ന്യൂസ് ഉണ്ട് ഹൈ ഇമ്പാക്ട് ന്യൂസ് USD-യില്.
അതിന്റെ തേഴ്സ്ഡേ മെയ് 14 നോക്കുവാണെങ്കിൽ 6 PM വൈകിട്ട് 6 മണിക്ക് ഒരു 2 ന്യൂസും ഉണ്ട് നമുക്ക് USD ഹൈ ഇമ്പാക്ട് ആയിട്ടുള്ള. അപ്പൊ ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ന്യൂസസും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ബിറ്റ് കോയിന്റെയും ഗോൾഡിന്റെയും മേജർ ആയിട്ടുള്ള ലെവൽസ്. അപ്പോൾ ഇത്രയും ലെവൽസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.